നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടിനൊരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ള ഇരകളുടെ പുനരധിവാസം, അടുത്ത ആ ഏരിയയിൽ താമസിക്കുന്ന അപകടകരമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം, മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകില്ല. ദുരന്തങ്ങൾ ഉണ്ടാകും, ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കാരണം എല്ലാ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം, പിന്നെ റെയിൻ ഗേജ് അടക്കം മണ്ണ് പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തി അതിൻ്റെ ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കാൻ, ആ വാർണിംഗ് കൊടുത്താൽ മിനിറ്റുകൾക്കകം ഓരോ സ്ഥലത്തുനിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക. ഇതാണ് ലോകത്ത് എല്ലായിടത്തും ഉള്ള സിസ്റ്റം. ഈ അപകടം ഞങ്ങൾ 2021 മുതൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വാർണിംഗ് സിസ്റ്റത്തിൻ്റെയും ഇവാക്യുവേഷൻ പ്ലാനിൻ്റെയും അഭാവമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ മിറ്റിഗേഷൻ പ്ലാനാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം. അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം. കേന്ദ്രത്തിലെ സ്ഥാപനങ്ങൾ, ഇപ്പം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ലാൻഡ് സ്ലൈഡ് മാത്രമല്ല, വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ഭൂമികുലുക്കം ഉണ്ടായാൽ, വേറെ എന്തെങ്കിലും ഈ ചക്രവാത ചുഴി, അതുപോലെ ക്ലൗഡ് ബേഴ്സ്, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെയാണെങ്കിലും പശ്ചിമഘട്ട മലനിരകൾക്ക് അടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ വേണം. ഞാൻ ഇന്നലെ വെലങ്ങാട് സന്ദർശിച്ചപ്പോൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. കാരണം ഔദ്യോഗിക കണക്ക് തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ 24 ഉരുൾപൊട്ടലാണ്. നമ്മൾ വയനാടിൻ്റെ ബഹളത്തിൽ മുങ്ങിപ്പോയത്. ശരിക്കും അവിടെ പറയുന്നത് 40ഓളം ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിലുണ്ടായെന്നാണ്. 7 പാലങ്ങളാണ് ഒലിച്ചു പോയത്. അവർക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് അവർ മാറി. അതുകൊണ്ടാണ് ഒരാൾ മാത്രം മരിച്ചത്. പക്ഷെ നിരവധി വീടുകൾ തകർന്നു, നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതായി. 7 പാലങ്ങൾ തകർന്നു. 40ഓളം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളാണ്. അപ്പോൾ ഈ അപകട സാധ്യത നമ്മുടെ തലയ്ക്ക് മീതെ എപ്പോഴും ഉണ്ട്. അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ ലോക നിലവാരമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ മതിയാവും. അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ദുരന്തം ഉണ്ടാകുക, മാധ്യമങ്ങളായ നിങ്ങളും വരിക, ഞങ്ങളും പോവുക, പുനരധിവാസം നടക്കുക, ഒരു പ്രോസസ്സാണ്. അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അത് പറ്റില്ലല്ലോ. ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ്. ആ നോളജ് സൊസൈറ്റിക്ക് പ്രാപ്തമായ തരത്തിലുള്ള വാർണിംഗ് സംവിധാനം വേണം. വയനാട് മാത്രമല്ലല്ലോ, ഇപ്പൊ കവളപ്പാറയിലുണ്ടായി, പെട്ടിമിടിയിലുണ്ടായി, വയനാട് തന്നെ പുത്തുമലയിലുണ്ടായി, വേറെ പല ജില്ലകളിലും ഒക്കെ ഉണ്ടായി, ഒരുപാട് സ്ഥലത്തുണ്ടായി. വയനാട് പ്രത്യേകമായി പരിഗണിക്കണം. കാരണം പ്രത്യേക പരിഗണനകൾ അർഹിക്കുന്ന ഒരു ജില്ലയാണ്. അതുപോലെ ഇടുക്കി ജില്ലയും 2022 പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഡോപ്ലർ റഡാറിനെ പറ്റി പറഞ്ഞു, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡോപ്ലർ റഡാറിന് സ്ഥലം പോലും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. 2021 ഞങ്ങൾ നിയമസഭയിൽ IPCC റിപ്പോർട്ടും അതുമേലുള്ള നാസ അനാലിസിസും ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞാണ് പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞാണ്. ഇപ്പം മാപ്പിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ 1:50,000 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ ഒരു സൂക്ഷ്മമായി എവിടെയാണ് അപകട സാധ്യത എന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ വയനാടിൻ്റെ മീതെ മുഴുവൻ ചുവപ്പാണ്. അപ്പോൾ റെഡ് സിഗ്നലാണ്. ഏത് പർട്ടിക്കുലർ സ്ഥലത്താണ് എന്ന് കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അതിനൊക്കെ ഇന്ന് നാട്ടിൽ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ആ ഫലപ്രദമായ സംവിധാനം ഏർപ്പെടുത്തണം. ഞങ്ങൾ ഗവൺമെൻറ്റോട് വീണ്ടും പറയുന്നു, ഈ നിയമസഭയിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പുള്ള നിയമസഭയിൽ ഉറക്കെ പറഞ്ഞതാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ കാണാതെ പോവുകയാണ്, അതിന് അഡ്രസ് ചെയ്യാതെ പോവാൻ. കേരളം അപകടകരമായ നിലയിലാണ്. ഇനി ഉണ്ടാകുന്ന എല്ലാ വികസന പദ്ധതികളിലും എല്ലാ നയരൂപീകരണത്തിലും പ്രധാന ഘടകം ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നിയമസഭയിൽ ഞങ്ങൾ സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ റെയിലിനോട് നോ പറഞ്ഞത്. കോസ്റ്റൽ ഹൈവേ വേണ്ട എന്ന് പറയുന്നത്. എന്തായിരുന്നു റെയിൽ? കേരളത്തിൻ്റെ നടുവിലൂടെ
300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉണ്ടാക്കി കെട്ടി ഉയർത്തി. ബാക്കി 200 കിലോമീറ്റർ റെയിൽവേ ലൈനിന് 2 ചുറ്റിലും 10 അടി മുകളിൽ മതിൽ കെട്ടി. ഇത്രയും കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അതുകൊണ്ട് വേണ്ടാന്ന് പറയാം. അല്ലാതെ വികസന പദ്ധതികൾക്കൊന്നും എതിരില്ല. എല്ലാ വികസന പദ്ധതികളും സർക്കാരുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഘടകമായി കാലാവസ്ഥ വ്യതിയാനം നിൽക്കുന്നു എന്നുള്ള ഓർമ്മ വേണം. അല്ല, ഇതിപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന ഘട്ടത്തിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇപ്പൊ തെരച്ചിലല്ല നടക്കുന്നത്. ഇപ്പൊ തെരച്ചിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയല്ല പുനരധിവാസം. ഞങ്ങൾക്ക് ആശയങ്ങളുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കും. ഞങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റ് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യണമെന്നാണ്. പതിവ് പോലെ ചെയ്യരുത്.